അമ്മേ അങ്ങനെ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ? നമ്മുടെ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മള് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു. എല്ലാ കറികളും ഒക്കെ ഉണ്ടാക്കി, പായസം, ഗോതമ്പ് പായസം വെച്ചു. ചെറിയ രീതിയിലുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ നമ്മള്. അപ്പൊ ഏട്ടന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല. നമ്മൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓണത്തിന് ഉത്രാടത്തിന്റെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് സാരിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തേനാട്ടോ എല്ലാം പ്രിപ്പയർ ചെയ്തത്. നമ്മൾ എന്തൊക്കെ കറി ഉണ്ടാക്കിയത്? ഉള്ളിക്കറി, ഇഞ്ചിക്കറി, അവിയല്, സാമ്പാർ, കൂട്ടുകറി, പിന്നെ പാവയ്ക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ അച്ചാർ നമ്മൾ മേടിക്കുക കേട്ടോ ചെയ്തത്, മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും. പിന്നെ അമ്മ നല്ല ഗോതമ്പ് പായസം ഉണ്ടാക്കി, പഴം, പപ്പടം, പിന്നെ മേടിച്ചു. പിന്നെ നമ്മൾ ഇല ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കടയിൽ പോയി ഇലയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. സംബരം പടിഞ്ഞിരുന്ന് പിന്നെ ഞങ്ങള് ചെറിയ ഒരു ഓണക്കോടി എന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ളൊരു ഓണക്കോടി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം ഇവിടെ സൗദിയിലായിരുന്നു, ജുബൈലില്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഓണം ആഘോഷിച്ചു. നമ്മൾ ഓണത്തിന് എന്തായാലും നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ പോരണതിന് മുന്നേ ഓണം ഓണമായിട്ടല്ല, ചെറുതായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി. അധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ നാട്ടിലും അച്ഛനും അനിയനും എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഓണം ആഘോഷിച്ചു. ഓണം ആഘോഷിച്ചില്ല, ചെറിയൊരു സദ്യ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിലാണേലും അച്ഛനും അനിയനോടെ പായസമൊക്കെ ഉണ്ടാക്കി. തറവാട്ടിൽ പോയി ഫുഡ് കഴിച്ചു. അവരവിടെ അങ്ങനെ ഓണം ആഘോഷിച്ചു. എല്ലാ കൊല്ലം ഓണത്തിനും വിഷുവിനും ഒക്കെ തറവാട്ടിൽ പോയാണ് കഴിക്കാറ്. ഈ പ്രാവശ്യം നമ്മളിവിടെ, അവരവിടെ, അനിയത്തി ന്യൂസിലാൻഡിൽ. അങ്ങനെ നമ്മുടെ ഓണം ഇങ്ങനെ പോയി. അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലേ? അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമായിട്ട് അങ്ങനെ അവസാനിച്ചു കേട്ടോ.